ഹായ് എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഷിൻസ ഹരീഷ്. വെറൈറ്റി ആൻഡ് ടേസ്റ്റി റെസിപ്പീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് ഒരു ഹെൽത്തി റെസിപ്പി ആയിട്ടാണ്. മത്തങ്ങ കൊണ്ടൊരു ബൺ, പംകിൻ പൈ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് മത്തങ്ങയ്ക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് എന്നുള്ളത്. അതിലൊന്നാമത്തെ കാര്യമാണ് നമ്മുടെ ശരീരത്തിൽ രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാനായിട്ട് മത്തങ്ങയ്ക്ക് കഴിയും. അപ്പോൾ ചെറിയ കുട്ടികൾക്കൊക്കെ ഇത് കൊടുക്കുന്നത് വളരെയധികം നല്ലതാണ്. എന്നാൽ ചില കുട്ടികൾ ഈ മത്തങ്ങ കഴിക്കാനായിട്ട് മടി കാണിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർക്കും അതുപോലെ തന്നെ മത്തങ്ങ കഴിക്കാൻ ഇഷ്ടമില്ലാത്ത മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്നൊരു റെസിപ്പിയാണ് മത്തങ്ങ കൊണ്ടൊരു ബൺ. നല്ല ടേസ്റ്റാണ്, അടിപൊളി ടേസ്റ്റാണ്. തീർച്ചയായും നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ റെസിപ്പിയിലേക്ക് കിടക്കാം. മത്തങ്ങ കൊണ്ടൊരു ബൺ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ബൺ ഉണ്ടാക്കാനായിട്ട് നമുക്കൊരു ചെറിയ കഷ്ണം മത്തങ്ങ എടുക്കാം. നല്ല പഴുത്ത മത്തങ്ങയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും നമ്മുടെ ബണ്ണിന്. ഇനി ഇതിൻ്റെ തോലൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി നമുക്കിത് ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുക്കാം. ഈ മുറിച്ച കഷ്ണങ്ങൾ നമുക്കൊരു പാത്രത്തിലാക്കി അത് നമുക്ക് സ്റ്റീം ചെയ്തെടുക്കണം. അപ്പോൾ അതിനായി സ്റ്റവ് ഓൺ ചെയ്ത് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് ഈ പാത്രം അതിലേക്ക് ഇറക്കി വെച്ച് സ്റ്റീം ചെയ്തെടുക്കാം. ഇതുപോലെ ഇറക്കി വെച്ച് നമുക്ക് മൂടി വെച്ച് ഒരു 15 മിനിറ്റോളം നമുക്കത് സ്റ്റീം ചെയ്തെടുക്കേണ്ടി വരും. നന്നായി വെന്ത് വന്നാലേ നമുക്കത് നന്നായി ഉടച്ചെടുക്കാനായിട്ട് പറ്റുള്ളൂ. ഒരു ഏകദേശം 15 മിനിറ്റോളം നമുക്കത് സ്റ്റീം ചെയ്തെടുക്കാം. ഇനി ഒരു മൂടി കൊണ്ട് നമുക്കത് മൂടി വെച്ചിട്ട് നമുക്ക് 15 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു കുഴ വെച്ച് ഉടച്ചെടുക്കാം. കുഴയോ സ്പൂണോ എന്താണ് നിങ്ങൾക്ക് വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ളത് അത് വെച്ചിട്ട് നിങ്ങൾക്ക് നന്നായി ഉടച്ചെടുക്കാം. അപ്പോൾ ഇത് നന്നായി ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു മുട്ട പൊട്ടിച്ച് ഒഴിക്കാം. ചൂടാറാനൊന്നും നിൽക്കണ്ട, നിങ്ങൾ മുട്ട ഒഴിച്ചോളൂ. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ഷുഗർ ആഡ് ചെയ്യാം. അത് നിങ്ങൾക്ക് മധുരത്തിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പിടുകയാണ്. ഒരു 1/2 ടേബിൾ സ്പൂൺ ഈസ്റ്റും കൂടിയും ചേർത്ത് നന്നായി ഇളക്കിയെടുക്കാം. ഈസ്റ്റ് നമുക്ക് ബണ്ണ് നന്നായി വീർത്ത് വരാൻ വേണ്ടിയിട്ടാണ് ആഡ് ചെയ്യുന്നത്. ഈ ഈസ്റ്റിൻ്റെ പൗഡർ അതിൽ ഡിസോൾവ് ആവണ വരെ നന്നായി ഇളക്കിക്കൊണ്ടിരിക്കണം. നല്ല പോലെ എല്ലാതും മിക്സായി കിട്ടണം. ഇനി ഇതിലേക്ക് 3 കപ്പ് മൈദ നമുക്ക് ഇട്ട് കൊടുക്കാം. കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് നന്നായി കുഴച്ചെടുക്കണം. അങ്ങനെ കുഴച്ച് ഈ രൂപത്തിലാവും. അപ്പോൾ നമ്മൾ കുഴയ്ക്കുന്ന സമയത്ത് നമ്മുടെ കയ്യുമ്മലൊക്കെ ഒട്ടി തുടങ്ങും. അപ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് കുക്കിംഗ് ഓയിലും കൂടി ഇട്ടിട്ട് നല്ല പോലെ നമുക്കത് കുഴച്ചെടുക്കണം. കുഴയ്ക്കുന്നതിൻ്റെ ഇടയിൽ വീണ്ടും ഒട്ടുന്നുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടി നിങ്ങൾക്ക് കുക്കിംഗ് ഓയിൽ ഒഴിച്ച് ഇതുപോലെ നല്ല പോലെ കുഴച്ച് എടുക്കാം. ഇങ്ങനെ നല്ല പോലെ കുഴയ്ക്കുമ്പോൾ അത് നല്ല സോഫ്റ്റായി കിട്ടും. ഇനി ഇത് നമുക്ക് ഒരു 2 മണിക്കൂറോ 1.5 മണിക്കൂറോളം നമുക്കിത് ഫെർമെൻറ്റ് ചെയ്യാൻ വെക്കണം. ഇപ്പോൾ ഒരു മൂടി കൊണ്ട് കവർ ചെയ്യുകയോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു റാപ്പ് വെച്ച് നമുക്ക് മൂടി വയ്ക്കാം. ഒരു 1.5 മണിക്കൂർ ആകുമ്പോൾ തന്നെ ഇതുപോലെയൊക്കെ ആയി കിട്ടും. ഇനി ഇത് നമുക്ക് കുറച്ച് മൈദപ്പൊടിയും കൂടി മേലെ വെതറി നമുക്ക് നല്ലപോലെ ഒന്നും കൂടി കുഴച്ചെടുക്കണം. അപ്പോൾ ഈ ഒരു രൂപത്തിൽ കിട്ടും. ഇനി ഇത് നമുക്ക് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം. ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് നമുക്ക് മുറിച്ചെടുക്കാം. ഇനി ഓരോ പീസായി നമുക്ക് റൗണ്ട് ഷേപ്പിലാക്കിയെടുക്കണം. ഇതുപോലെ മുകളിൽ നിന്ന് ഉള്ളിലേക്ക് അത് നമുക്ക് തിരികെ കൊടുത്ത് റൗണ്ടാക്കി മേലെ ഒന്ന് ടേപ്പ് ചെയ്ത് കൊടുക്കാം. എല്ലാ കഷ്ണങ്ങളും നമ്മളിതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്നും കൂടി നമുക്ക് ഫെർമെൻറ്റ് ചെയ്യാൻ വെക്കണം. ഒരു 30 മിനിറ്റോളം നമുക്കത് കവർ ചെയ്ത്
ഫെർമെൻറ്റ് ചെയ്യാനായിട്ട് വെക്കാം. നല്ല പോലെ വീർത്ത് കിട്ടും. ഇത് നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ സ്റ്റൗവിൽ നിങ്ങൾക്ക് വേവിച്ചെടുക്കാം, അല്ലെങ്കിൽ ഓവനിലും വേവിച്ചെടുക്കാം. സ്റ്റൗവിലാണെങ്കിൽ നമുക്ക് ഫ്രൈ പാനിൽ മൂടി വെച്ച് ഒരു 3 മിനിറ്റ് ഒരു ഭാഗം വേവിച്ചെടുക്കാം. അത് കഴിഞ്ഞ് മറിച്ചിട്ട് ഒരു 3 മിനിറ്റ് കൂടി വേവിച്ചെടുക്കാം. അപ്പോൾ നല്ല ബ്രൗൺ കളർ കിട്ടും. ഞാനിപ്പോൾ ഓവനിലാണ് ചെയ്തത്. ഓവനിലൊരു 5 മിനിറ്റ് ബേക്ക് ചെയ്തു. ഓവനിൽ വയ്ക്കുമ്പോൾ നമുക്ക് മുകളിൽ കളറൊന്നും അങ്ങനെ കിട്ടില്ല. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മത്തങ്ങ കൊണ്ടുള്ള ബണ്ണ് റെഡി ആയിട്ടുണ്ട്.